കല്ലായിയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിലായി. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. രതീഷ് വാസുവിനോട് വിവരങ്ങളുമായി. രതീഷ്, ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്, എന്തിനാണ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. സേതു, തീർച്ചയായും അതിൽ കുറച്ച് സമയം കൂടി വൈകുമെന്നാണ് കരുതുന്നത്. കാരണം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമുണ്ട്. സാമ്പത്തിക തർക്കം മൂലമാണ് പ്രധാനമായും ഈ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് രാവിലെ പുലർച്ചെയാണ് ബിജുവിനെ, ഈ KP ട്രാവൽസിലെ മാനേജറായ ബിജുവിനെ ഒരു കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് കസബ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ നിലമ്പൂർ കരുവാരക്കുണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ വച്ചാണ് ഈ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ഒരാൾ കോഴിക്കോട് സ്വദേശിയാണ്, ഒരാൾ ആലപ്പുഴ സ്വദേശിയാണ്. ബാക്കി 4 പേരും കോഴിക്കോട് സ്വദേശികളാണ്. എന്തായാലും ഈ സാമ്പത്തിക തർക്കം തന്നെയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ആദ്യം 2 പേരെ കരുവാരക്കുണ്ട് വെച്ച് പോലീസ് ആദ്യം ഈ പ്രതികളിൽ 2 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം അവരുടെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 പേരെ പുറകെ എത്തി പോലീസ് ഫോളോ ചെയ്ത് പിടിക്കുകയും അങ്ങനെയാണ് ബിജുവിനെ കണ്ടെത്തുന്നതിലേക്ക് പോലും നയിച്ചത്. എന്തായാലും കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ സാമ്പത്തിക തർക്കം മാത്രമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ. എന്തായാലും രാവിലെ പുലർച്ചെ രജിസ്റ്റർ ചെയ്ത കേസ്, പുലർച്ചെ ഉണ്ടായ ഒരു സംഭവം വൈകിട്ട് 4 മണിയോടുകൂടെ തന്നെ പോലീസിന് ഈ പ്രതികളെ അടക്കം, ഈ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ അടക്കം കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇതിൻ്റെ കാരണം, ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ള കാരണം കൂടുതൽ വ്യക്തമാകാൻ അല്പസമയം കൂടി വൈകുമെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും വളരെ പൊടുന്നനെ തന്നെ പ്രതികളെയും തട്ടിക്കൊണ്ടുപോയ യുവാവിനെയും കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാന നടപടി. ചെയ്തു. ഓക്കെ രതീഷ്, ശരി. രതീഷ് വാസുവിനാണ് വിവരം നൽകിയത്.